എല്ലാവർക്കും ഇൻഫോ മീഡിയ വ്ലോഗിൻ്റെ ഏറ്റവും പുതിയ ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. PM കിസാൻ പണം ലഭിക്കാതിരിക്കുമോ? KYC ചെയ്തവർ ഉടൻ ശ്രദ്ധിക്കുക. ഈ വാർത്തയിന്മേലുള്ള അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക. PM കിസാൻ പദ്ധതിയുടെ അടുത്ത ഗഡു കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് കർഷകർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾ PM കിസാൻ പദ്ധതിയുടെ ഗുണഭോക്താവാണെങ്കിൽ ഒരു കാര്യം ഉടൻ പരിശോധിക്കണം. നിങ്ങളുടെ KYC പൂർത്തിയാക്കിയിട്ടുണ്ടോ? കാരണം KYC പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ അടുത്ത ഗഡുവായ 2000 നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നത് വൈകാനോ തടസ്സപ്പെടാനോ സാധ്യതയുണ്ട്. കേന്ദ്ര സർക്കാർ KYC നിർബന്ധമാണെന്ന് വീണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട്. പലരും കരുതുന്നത് ഒരിക്കൽ രജിസ്റ്റർ ചെയ്താൽ എല്ലാ ഗഡുവും സ്വമേധയാ ലഭിക്കും എന്നതാണ്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. നിങ്ങളുടെ ആധാർ വിവരങ്ങൾ, ബാങ്ക് അക്കൗണ്ട്, KYC കൂടാതെ ആവശ്യമായ രേഖകൾ എല്ലാം ശരിയായിരിക്കണം. ഇവയിൽ ഏതെങ്കിലും ഒരു വിവരത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ പണം ലഭിക്കുന്നത് തടസ്സപ്പെടാം. അപ്പോൾ KYC എങ്ങനെ ചെയ്യാം? ഇതിന് 3 മാർഗങ്ങളുണ്ട്. ഒന്നാമത് PM കിസാൻ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ OTP ഉപയോഗിച്ച് ചെയ്യാം. രണ്ടാമത് അടുത്തുള്ള കമ്മീഷൻ സർവീസ് സെൻറ്റർ അഥവാ CSC സന്ദർശിച്ച് ബയോമെട്രിക് വഴി ചെയ്യാം. ചില സാഹചര്യങ്ങളിൽ മുഖം തിരിച്ചറിയൽ സംവിധാനം ഉപയോഗിച്ചും KYC പൂർത്തിയാക്കാൻ സൗകര്യമുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് മുമ്പ് എല്ലാ ഗഡുവും കിട്ടിയിരുന്നു, ഇനി ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് കരുതുന്നവരും കുറവല്ല. പക്ഷേ രേഖകളിൽ മാറ്റമുണ്ടായാലോ, ആധാർ വിവരങ്ങൾ പൊരുത്തപ്പെടാതെയായാലോ, ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായാലോ പണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് നല്ലതാണ്. മനുഷ്യർക്ക് ഒരു ശീലമുണ്ട്, പണം അക്കൗണ്ടിൽ വന്നില്ലെങ്കിൽ ആദ്യം ബാങ്കിനെയും പിന്നെ സർക്കാരിനെയും കുറ്റം പറയും. KYC ചെയ്തോ എന്ന ചോദ്യം സാധാരണയായി അതിനുശേഷമാണ് ഓർമ്മ വരുന്നത്. നിങ്ങളുടെ PM കിസാൻ സ്റ്റാറ്റസ് പരിശോധിക്കാൻ ഔദ്യോഗിക പോർട്ടലിൽ കയറി ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. അവിടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറോ രജിസ്ട്രേഷൻ നമ്പറോ ഉപയോഗിച്ച് അപേക്ഷയുടെ നിലവിലെ സ്ഥിതി പരിശോധിക്കാം. പണം റിലീസ് ചെയ്തോ, KYC ബാക്കിയുണ്ടോ, മറ്റു പ്രശ്നങ്ങളുണ്ടോ എന്നതും അവിടെ നിന്ന് മനസ്സിലാക്കാം. PM കിസാൻ പദ്ധതിയുടെ ഭാഗമായി അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6000 വീതം 3 തവണകളായി ഓരോ ഗഡുവിലും 2000 വീതം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നതാണ് ഈ പദ്ധതി. അതിനാൽ അടുത്ത ഗഡു നഷ്ടപ്പെടാതിരിക്കാൻ KYC പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ഇന്ന് തന്നെ പരിശോധിക്കുക. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം, KYC നിർബന്ധമാണ്. ആധാറും ബാങ്ക് വിവരങ്ങളും ശരിയാണെന്ന് ഉറപ്പാക്കുക. ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിക്കുക. ഇവ ചെയ്താൽ അടുത്ത ഗഡു ലഭിക്കുന്നതിൽ നിന്ന് അനാവശ്യ തടസ്സങ്ങൾ ഒഴിവാക്കാൻ കഴിയും. നാളേക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്നത് നാളെ കേരളത്തിലെ എല്ലാ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതാണ്. ഫുട്ബോൾ ലോകകപ്പ് പ്രമാണിച്ചാണ് നാളെ എല്ലാ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്നത് ഇത് ഒരിക്കലും കേരള സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സംസ്ഥാന വ്യാപക അവധിയല്ല. ഇത് സ്കൂളുകൾക്ക് മാത്രമാണ് ബാധകം. ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷം ഇന്ത്യൻ സമയം ജൂലൈ 20 പുലർച്ചെ 12:30 ഫിഫ ലോകകപ്പ് ഫൈനൽ നടക്കും. ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് അർജന്റീനയും സ്പെയിനുമാണ്. കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ ഈ മത്സരം വലിയ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സർക്കാർ പദ്ധതികൾ, പെൻഷൻ ധനസഹായങ്ങൾ, പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്നിവ അറിയാൻ ഇൻഫോ മീഡിയ വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കപ്പോൾ മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.